ഹായ് ഓൾ, എല്ലാവർക്കും ഇൻ LiFE EdU അക്കാദമിയിലേക്ക് സ്വാഗതം. HSST കൊമേഴ്സുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അഞ്ചാമത്തെ ചോദ്യവും അതുമായി റിലേറ്റ് ചെയ്ത ഫാക്ടേഴ്സുമാണ്. ഇതിനു മുന്നേ ചെയ്ത വീഡിയോ കാണാത്തവരെ കണ്ടു നോക്കണം. കൂടാതെ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇതിൽ വരുന്ന അഞ്ചാമത്തെ ചോദ്യം, ടേക്ക് ഔട്ട് ഫിനാൻസിങ് ഈസ് എ കൈൻഡ് ഓഫ് ഓപ്ഷൻസ്: ലീസ് ഫിനാൻസിങ്, ബി ബാങ്ക് ഫിനാൻസിങ്, സി ഹയർ പർച്ചേസ് ഫിനാൻസിങ്, ഡി മെർച്ചൻ്റ് ബാങ്കിങ്. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്, ബാങ്ക് ഫിനാൻസിങ്. ടേക്ക് ഔട്ട് ഫിനാൻസിങ്ങിൻ്റെ ഒരു കൈൻഡാണ് ബാങ്ക് ഫിനാൻസിങ്. എന്താണ് ടേക്ക് ഔട്ട് ഫിനാൻസിങ് എന്ന് നോക്കാം. A loan on a property that will be paid back over a long period of time and that replaces a short-term loan that was used to pay for building the property. ടേക്ക് ഔട്ട് ഫിനാൻസിങ് എന്ന് പറയുന്നത് ഒരു പ്രോപ്പർട്ടിയുടെ മുകളിലെടുക്കുന്ന ലോണിനെയാണ്. ടേക്ക് ഔട്ട് ഫിനാൻസിങ് എന്ന് പറയുന്നത്. അത് ലോങ് പീരീഡ് ഓഫ് ടൈമിലേക്ക് പേ ബാക്ക് ചെയ്യുന്ന പ്രോപ്പർട്ടിയുടെ മുകളിലെടുക്കുന്ന ലോണായിരിക്കും. മാത്രമല്ല, ആ പ്രോപ്പർട്ടി ബിൽഡ് ചെയ്യുന്നതിന് യൂസ് ചെയ്യുന്ന ഒരു ഷോർട്ട് ടേം ലോണിനെ റീപ്ലേസ് ചെയ്യുന്നതാണ് ടേക്ക് ഔട്ട് ഫിനാൻസിങ്. നെക്സ്റ്റ് വണ്ണാണ് ലീസ് ഫിനാൻസിങ്. ലീസ് ഫിനാൻസിങ് ഈസ് എ കോൺട്രാക്ച്വൽ എഗ്രിമെൻറ്റ് ബിറ്റ്വീൻ ദ ഓണർ ഓഫ് ദ അസറ്റ് ഹു ഗ്രാൻറ്റ്സ് ദ അതർ പാർട്ടി ദ റൈറ്റ് to use the asset in return for a periodic payment and the other party who is the user of such asset. രണ്ടു വ്യക്തികൾ തമ്മിലുള്ള ഒരു കോൺട്രാക്ച്വൽ എഗ്രിമെൻറ്റിനെയാണ് ലീസ് ഫിനാൻസിങ് എന്ന് പറയുന്നത്. അവിടെ വരുന്ന രണ്ട് വ്യക്തികൾ, ഒന്ന് ഓണർ ഓഫ് ദ അസറ്റും മറ്റു വ്യക്തി യൂസർ ഓഫ് ദ അസറ്റുമായിരിക്കും. ഒരു അസറ്റ് ആ വ്യക്തി മറ്റൊരു വ്യക്തിക്ക് യൂസ് ചെയ്യാനുള്ള അധികാരം കൊടുക്കുന്നു. അതിനെയാണ് ലീസ് ഫിനാൻസിങ് എന്ന് പറയുന്നത്. മാത്രമല്ല, അസറ്റിൻ്റെ ഓണർക്ക് അസറ്റിൻ്റെ യൂസർ ആരാണോ ആ വ്യക്തി ഒരു പീരിയോഡിക് പേയ്മെൻറ്റ് കൊടുക്കുന്നതായിരിക്കും. ദ ഓണർ ഓഫ് ദ പാർട്ടി ഈസ് നോൺ ആസ് ലെസർ ആൻഡ് ദ യൂസർ ഓഫ് ദ അസറ്റ് അണ്ടർ സച്ച് എഗ്രിമെൻറ്റ് ഈസ് നോൺ ആസ് ലെസി ആൻഡ് ദ റെൻ്റൽ പെയ്ഡ് ഈസ് നോൺ ആസ് ലീസ് റെൻ്റൽ. ഓണർ ഓഫ് ദ അസറ്റിനെ ലെസർ എന്നും യൂസർ ഓഫ് ദ അസറ്റിനെ ലെസി എന്നുമാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ലെസറും ലെസിയും തമ്മിലുള്ള ഒരു കോൺട്രാക്ച്വൽ എഗ്രിമെൻറ്റിനെയാണ് ലീസ് ഫിനാൻസിങ് എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു, യൂസർ ഓഫ് ദ അസറ്റ് ഓണർ ഓഫ് ദ അസറ്റിന് ഒരു പീരിയോഡിക് പേയ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരിക്കും. ആ പീരിയോഡിക് പേയ്മെൻറ്റിനെയാണ് ലീസ് റെൻ്റൽ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ലീസ് ഫിനാൻസിങ്ങിൻ്റെ മെറിറ്റ്സ് ആണ്. ഒരു 4 മെറിറ്റ്സ് പറയുന്നുണ്ട്. ഇതിൽ വരുന്ന ഒന്നാമത്തെ ചീപ്പ് സോഴ്സ്, സെക്കൻഡ് വൺ നോ ഡയലൂഷൻ ഓഫ് ഓണർഷിപ്പ്, തേർഡ് വൺ ഈസി റീപ്ലേസ്മെൻറ്റ് ഓഫ് അസറ്റ്, ഫോർത്ത് വൺ ടാക്സ് ബെനഫിറ്റ്. നെക്സ്റ്റ് വൺ ലിമിറ്റേഷൻ ആണ്. ഇതിൽ വരുന്ന ഒന്നാമത്തെ ലിമിറ്റേഷൻ കോൺട്രാക്ച്വൽ കൺസ്ട്രെയിൻസ്, സെക്കൻഡ് വൺ റിന്യൂവൽ ഓഫ് ലീസ് എഗ്രിമെൻറ്റ്, തേർഡ് വൺ നോ ക്യാപിറ്റൽ ഗെയിൻസ്. അടുത്തത് നമ്മൾ നോക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷനാണ്, ടൈപ്സ് ഓഫ് ലീസ്. ഇവിടെ 2 ടൈപ്പ് ഓഫ് ലീസിനെ കുറിച്ചാണ് പറയുന്നത്. ഒന്നാമത്തെ ഫിനാൻസ് ലീസും സെക്കൻഡ് വൺ ഓപ്പറേറ്റിംഗ് ലീസും. ഇതിൽ വരുന്ന ഒന്നാമത്തെ ടൈപ്പാണ് ഫിനാൻസ് ലീസ്. ഇറ്റ് ഈസ് ദ ലീസ് where the lessor transfers substantially all the risk and rewards of ownership of asset to the lessee for lease rentals. ഫിനാൻസ് ലീസും ലെസറും ലെസിയും തമ്മിലുള്ള ഒരു കോൺട്രാക്ച്വൽ എഗ്രിമെൻ്റ് ആണ്. എന്നാൽ ഫിനാൻസ് ലീസിൽ ആ ലെസർ ലെസിക്ക് എല്ലാ കൈൻഡ് ഓഫ് റിസ്ക്കും, ആ അസറ്റിൻ്റെ മുകളിലുള്ള എല്ലാ റിസ്ക്കും റിവാർഡും ഓണർഷിപ്പും ലെസിക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. അതാണ് ഫിനാൻസ് ലീസ്. സെക്കൻഡ് വൺ ദ അസറ്റ് ഈസ് ലീസ്ഡ് ഔട്ട് ഫോർ ദ എൻറ്റയർ ഇക്കണോമിക് ലൈഫ്. ഫിനാൻഷ്യൽ ലീസ് ഈസ് ഫോർ ലോങ് ഡ്യൂറേഷൻ. ഫിനാൻസ് ലീസ് ജനറലി ലോങ് ടൈം ആയിരിക്കും. മാത്രമല്ല, ആ ഒരു അസറ്റിൻ്റെ എൻറ്റയർ ആയിട്ടുള്ള ഇക്കണോമിക് ലൈഫും ആ ലെസിക്ക് ലീസിന് കൊടുക്കുന്നുണ്ട്. തേർഡ് വൺ ജനറലി ഫിനാൻഷ്യൽ ലീസ് ഈസ് നോൺ ക്യാൻസലബിൾ. ഇറ്റ് കനോട്ട് ബി സബ്ലീസ്ഡ് ടു അതർ പാർട്ടീസ്.
ഫിനാൻസ് ലീസ് ലോങ് ടേം ആയിരിക്കും. ലോങ് ഡ്യൂറേഷൻ ആണല്ലോ ഫിനാൻസ് ലീസ്. അതുകൊണ്ട് തന്നെ ഫിനാൻസ് ലീസ് ഒരിക്കലും തന്നെ നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല. മാത്രമല്ല മറ്റു പാർട്ടികൾക്ക് അത് സബ് ലീസ് ചെയ്യാനോ സാധിക്കില്ല. നെക്സ്റ്റ് വൺ, ഇൻ ദി കേസ് ഓഫ് ഫിനാൻഷ്യൽ ലീസ്, the lessee is responsible for maintenance, repairing, taxes and insurance. He has to bear all the risk associated with the asset. നമ്മൾ പറഞ്ഞു ഫിനാൻസ് ലീസിൽ ലെസ്സിക്ക് ആ അസറ്റിൻ്റെ മുകളിലുള്ള എല്ലാ റിസ്ക്കും റിവാർഡും ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ലെസ്സിയാണ് ആ അസറ്റിൻ്റെ മുകളിൽ റെസ്പോൺസിബിൾ ആയിട്ടുള്ളത്. ആ അസറ്റിന് വരുന്ന മെയിൻ്റനൻസ്, റിപ്പയറിങ്, ടാക്സസ്, അതുപോലെ തന്നെ ഇൻഷുറൻസ്, അങ്ങനെ വരുന്ന എല്ലാ റിസ്ക്കും ഹാൻഡിൽ ചെയ്യുന്നത് അല്ലെങ്കിൽ എല്ലാ റിസ്കിനും റെസ്പോൺസിബിൾ ആയിട്ടുള്ളത് ലെസ്സിയാണ്. Last one, generally after the expiry of the lease period, the asset will be purchased by the lessee for an agreed price. Sometimes an option may be given to the lessee for renewing the lease for further period at a nominal rent. ലീസ് പീരീഡിൻ്റെ എക്സ്പയറിക്ക് ശേഷം ലെസ്സി ഒരു എഗ്രീഡ് പ്രൈസിൽ ആ അസറ്റ് പർച്ചേസ് ചെയ്യുന്നു. ചില സമയത്ത് ഓപ്ഷൻ വെച്ചിട്ട് ലെസ്സി ആ ഫിനാൻസ് ലീസ് റിന്യൂവൽ ചെയ്യുകയാണ് ചെയ്യുന്നത്. അടുത്തത് ഫിനാൻഷ്യൽ ലീസിൻ്റെ ടൈപ്സ്. 3 ടൈപ്സാണ് പറയുന്നത്. ഒന്നാമത്തെ ഡയറക്റ്റ് ലീസ്, സെക്കൻഡ് വൺ സെയിൽ ആൻഡ് ലീസ് ബാക്ക് ലീസ്, തേർഡ് വൺ ലിവറേജ്ഡ് ലീസ്. ഡയറക്റ്റ് ലീസിൽ പറയുന്നത്, അണ്ടർ ദിസ് അറേഞ്ച്മെൻറ്റ് ദ മാനുഫാക്ചറർ ഓഫ് ദ അസറ്റ് ഓർ ഫിനാൻസ് ഫേംസ് ഓർ ലീസിംഗ് ഫേംസ് ലീസസ് ദ അസറ്റ് ഡയറക്ട്ലി ടു ലെസ്സി. When lessor is other than the manufacturer sells the asset to lessor who in turn leases it to lessee. ഡയറക്റ്റ് ലീസിൽ അസറ്റിൻ്റെ മാനുഫാക്ചററോ അല്ലെങ്കിൽ ഫിനാൻസ് ഫേമോ അസറ്റ് ലീസിന് കൊടുക്കുന്നത് ഡയറക്റ്റ്ലി ആയിരിക്കും. ഡയറക്റ്റ്ലി ലെസ്സിക്ക് അസറ്റ് അവിടെ ലീസിന് കൊടുക്കുന്നു. മാത്രമല്ല അവിടെ ലെസർ എന്ന് പറയുന്നത് അതർ ദാൻ ദ മാനുഫാക്ചറർ ആയിരിക്കും. സെക്കൻഡ് ടൈപ്പാണ് സെയിൽ ആൻഡ് ലീസ് ബാക്ക് ലീസ്. അണ്ടർ ദിസ് അറേഞ്ച്മെൻറ്റ് എ ഫേം സെൽസ് ആൻ അസറ്റ് ടു അനദർ പാർട്ടി at market value and this party leases it back to the firm. Then the firm contract to make periodic lease payments. The lessee retains the right to use the asset. The firm in return agrees to pay a periodic lease rental. Thus the seller gets cash from the sale of asset. In short, under sale and lease back lease, an arrangement is made whereby the asset owned by a firm is sold to a leasing company and after that the asset is taken back on lease from the leasing company. Generally, this type of lease back arrangement is done by insurance companies, financial institutions, finance companies and nowadays independent leasing companies. ഈ എഗ്രിമെൻറ്റിൽ പറയുന്നത്, ഒരു ഫേം അവരുടെ അസറ്റ് മറ്റു പാർട്ടിക്ക് മാർക്കറ്റ് വാല്യൂവിൻ്റെ ബേസിൽ സെല്ല് ചെയ്യുന്നു. എന്നിട്ട് ആ ഫേം തന്നെ ആ വ്യക്തിയിൽ നിന്ന് ആ ഒരു അസറ്റ് തിരിച്ച് ലീസ് ചെയ്യുന്നു. അതിനെയാണ് സെയിൽ ആൻഡ് ലീസ് ബാക്ക് ലീസ് എന്ന് പറയുന്നത്. ഈ ഒരു കോൺട്രാക്റ്റിൽ ലെസ്സിയായിട്ട് വരുന്നത് ഫേം ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഫേം ആയിരിക്കും ലീസ് പേയ്മെൻറ്റ്സ് ഒക്കെ പീരിയോഡിക്കായിട്ട് ചെയ്യുന്നത്. ഈ കൈൻഡ് ഓഫ് ലീസിങ് കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത് ഇൻഷുറൻസ് കമ്പനീസും ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും ഫിനാൻസ് കമ്പനീസും ആയിരിക്കും. ഫിനാൻസ് ലീസിൽ വരുന്ന മൂന്നാമത്തെ ടൈപ്പാണ് ലിവറേജ്ഡ് ലീസ്. ദിസ് ടൈപ്പ് ഓഫ് ലീസ് ഈസ് ജനറലി യൂസ്ഡ് ടു അക്വയർ capital equipments requiring huge capital investment. If the amount to be financed is a very large one, it does not always become possible for the lessor to provide the amount all by himself. So, he has to borrow a part of the money, usually 50% to 80%, from a third party. From the lease rents received, the lessor can repay the loan to the lending institution. This type of lease is called leveraged lease. Leverage leasing is an arrangement under which the lessor borrows funds from a bank or finance company and buys asset. This asset is leased out.
Out of the lease rentals received from the lessee, the loan is repaid by the lessor. Usually, the loan is secured by the mortgage of the asset. Thus, there are three parties in leverage leasing. They are lessee, lessor and the banker. ഫിനാൻഷ്യൽ ലീസിൽ വരുന്ന മൂന്നാമത്തെ ടൈപ്പാണ് ലിവറേജ്ഡ് ലീസ്. ലിവറേജ്ഡ് ലീസിൽ 3 പാർട്ടീസ് ഉണ്ടായിരിക്കും. മറ്റു പറഞ്ഞ ഡയറക്റ്റ് ലീസിലും സെയിൽ ആൻഡ് ലീസ് ബാക്ക് ലീസിലും 2 പാർട്ടീസാണ് ഉള്ളത്. ഒന്ന് ലെസറും കൂടാതെ ലെസ്സിയും. എന്നാൽ ലിവറേജ്ഡ് ലീസിങ്ങിൽ 3 പാർട്ടീസാണ് ഉള്ളത്. ലെസ്സി ഉണ്ടായിരിക്കും, ലെസർ ഉണ്ടായിരിക്കും, കൂടാതെ ബാങ്കർ ഉണ്ടായിരിക്കും. ഈ 3 വ്യക്തികൾ തമ്മിലുള്ള ഒരു കോൺട്രാക്ച്വൽ എഗ്രിമെൻറ്റിനെയാണ് ലിവറേജ്ഡ് ലീസ് എന്ന് പറയുന്നത്. ഈ കൈൻഡ് ഓഫ് ലീസിങ് കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത് ക്യാപിറ്റൽ എക്യുപ്മെൻറ്റ്സ് അക്വയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടായിരിക്കും. ക്യാപിറ്റൽ എക്യുപ്മെൻറ്റ്സ് അക്വയർ ചെയ്യുന്നതിന് തന്നെ ഹ്യൂജ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് ആവശ്യമാണ്. ഇതിന് വേണ്ടിയിട്ടാണ് ലിവറേജ്ഡ് ലീസ് യൂസ് ചെയ്യുന്നത്. ഇവർ ഫിനാൻസ് ചെയ്യുന്ന എമൗണ്ട് വളരെ വലുതായിരിക്കും. ക്യാപിറ്റൽ എക്യുപ്മെൻറ്റ്സ് അക്വയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണല്ലോ ലിവറേജ്ഡ് ലീസ് യൂസ് ചെയ്യുന്നത്. ഇത്തരത്തിൽ വരുന്ന ക്യാപിറ്റൽ എക്യുപ്മെൻറ്റ്സ് അക്വയർ ചെയ്യാൻ ഒരിക്കലും തന്നെ ലെസർക്ക് അത്രയും എമൗണ്ട് കയ്യിലുണ്ടായിരിക്കില്ല. അതുകൊണ്ട് തന്നെ ബോറോ ചെയ്യുകയാണ് ലെസർ ചെയ്യുന്നത്. തേർഡ് പാർട്ടികളിൽ നിന്ന് ബോറോ ചെയ്യുകയാണ് ലെസർ ചെയ്യുന്നത്. ഇവിടെ വരുന്ന തേർഡ് പാർട്ടിയാണ് ബാങ്കർ. ലിവറേജ്ഡ് ലീസ് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ മൂന്നാമത്തെ പാർട്ടിയിൽ നിന്ന് പൈസ ബോറോ ചെയ്തിട്ട് അസറ്റ് ലീസിനെടുക്കുന്നു. അതിനെയാണ് ലിവറേജ്ഡ് ലീസ് എന്ന് പറയുന്നത്. ലീസ് ഫിനാൻസിൽ വരുന്ന രണ്ടാമത്തെ ടൈപ്പാണ് ഓപ്പറേറ്റിംഗ് ലീസ്. ഇറ്റ് ഈസ് റെഫേഴ്സ് ടു ഹയറിംഗ് ഓഫ് എൻ എക്യുപ്മെൻറ്റ് ഫോർ എ പീരീഡ് ഓഫ് 3 to 5 years. ദിസ് ടൈപ്പ് ഓഫ് ലീസ് ഈസ് വെരി പോപ്പുലർ ഫോർ ഓഫീസ് എക്യുപ്മെൻറ്റ്, വെഹിക്കിൾസ് എക്സെട്ര. ഫിനാൻസ് ലീസിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് ഓപ്പറേറ്റിംഗ് ലീസ്. ഫിനാൻസ് ലീസിൽ നമ്മൾ എന്താണ് പറഞ്ഞത്? ഒരു അസറ്റ് ലീസിന് കൊടുക്കുന്നത് ആ അസറ്റിൻ്റെ എൻറ്റയർ ഇക്കണോമിക് ലൈഫിലേക്കായിരിക്കും. എന്നാൽ ഓപ്പറേറ്റിംഗ് ലീസിൽ ഒരു സ്പെസിഫൈഡ് ആയിട്ടുള്ള പീരീഡ് ഉണ്ടായിരിക്കും. 3 to 5 years. 3 to 5 years ആ ഒരു അസറ്റ് മറ്റു വ്യക്തിക്ക് ലീസിന് കൊടുക്കുന്നതിനെയാണ് ഓപ്പറേറ്റിംഗ് ലീസ് എന്ന് പറയുന്നത്. ഓപ്പറേറ്റിംഗ് ലീസ് ഏറ്റവും കൂടുതൽ പോപ്പുലർ ആയിട്ടുള്ളത് ഓഫീസ് എക്യുപ്മെൻറ്റിലും വെഹിക്കിൾസിലുമാണ്. ഇൻ ദിസ് ടൈപ്പ് ഓഫ് ലീസ് ഇറ്റ് ഈസ് ജനറലി ദ ലെസർ who is responsible for the maintenance and other requirement of the asset. 2 വ്യക്തികൾ തമ്മിലുള്ള ഒരു കോൺട്രാക്ച്വൽ എഗ്രിമെൻ്റ് ആണ് ഓപ്പറേറ്റിംഗ് ലീസ്, ലെസറും ലെസ്സിയും. എന്നാൽ ഈ ഒരു അസറ്റിൻ്റെ മുകളിലുള്ള എല്ലാ റിസ്ക്കും റെസ്പോൺസിബിലിറ്റിയും മെയിൻറ്റെയിൻ ചെയ്യുന്നത് ലെസർ ആയിരിക്കും. ഫിനാൻസ് ലീസിൽ ആ ഒരു അസറ്റിൻ്റെ എൻറ്റയർ ഇക്കണോമിക് ലൈഫിൽ ലീസിന് കൊടുക്കുന്നത് കൊണ്ട് തന്നെ ലെസ്സി ആയിരിക്കും അത്തരം കാര്യങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. എന്നാൽ ഓപ്പറേറ്റിംഗ് ലീസ് ഒരു സ്പെസിഫൈഡ് പീരീഡിലേക്കാണ് എൻ്റർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അസറ്റിന് വരുന്ന എല്ലാ തരത്തിലുള്ള മെയിൻ്റനൻസിനും റെസ്പോൺസിബിൾ ആയിട്ടുള്ളത് ലെസറാണ്. ജനറലി ദ ലീസ് പീരീഡ് ഈസ് ലെസ് ദാൻ ദ യൂസ്ഫുൾ ലൈഫ് ഓഫ് ദ അസറ്റ്. Therefore, it does not necessarily amortize the original cost of the asset. ഓപ്പറേറ്റിംഗ് ലീസ് കൂടുതലായിട്ടും ഷോർട്ട് ടേം ആയിരിക്കും, അല്ലെങ്കിൽ ഷോർട്ട് ഡ്യൂറേഷനിലായിരിക്കും ഓപ്പറേറ്റിംഗ് ലീസിലേക്ക് എൻ്റർ ചെയ്യുന്നത്. ദ ഓപ്പറേറ്റിംഗ് ലീസ് ഈസ് ജനറലി ക്യാൻസലബിൾ അറ്റ് ഷോർട്ട് നോട്ടീസ് ബൈ ദ ലെസ്സി. ഓപ്പറേറ്റിംഗ് ലീസ് ഷോർട്ട് ടേം ആയതുകൊണ്ട് തന്നെ ക്യാൻസൽ ചെയ്യാവുന്നതാണ്. ഒരു ഷോർട്ട് നോട്ടീസ് മുഖാന്തരം ലെസ്സിക്ക് ഓപ്പറേറ്റിംഗ് ലീസ് ക്യാൻസൽ ചെയ്യാൻ സാധിക്കും. One of the important features of operating lease is that the lessor has higher risk and the lessee has higher rentals to pay. ഓപ്പറേറ്റിംഗ് ലീസിൽ വരുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീച്ചറാണ് ലെസർക്ക് ഹയർ റിസ്ക്കും കൂടാതെ ലെസ്സിക്ക് ഹയർ റെൻ്റൽസ് ടു പേയുമായിരിക്കും. ഓപ്പറേറ്റിംഗ് ലീസിൽ അസറ്റിൻ്റെ കൂടുതൽ കാര്യങ്ങളും മെയിൻറ്റെയിൻ ചെയ്യുന്നത് ലെസറാണല്ലോ. അതുകൊണ്ട് തന്നെ ലെസർക്ക് ഹയർ റിസ്ക് ആയിരിക്കും അവിടെ ഉണ്ടാവുന്നത്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് സർവീസ് ലീസ്. ഓപ്പറേറ്റിംഗ് ലീസിന് പറയുന്ന മറ്റു പേരാണ് സർവീസ് ലീസ്. IBM ഈസ് വൺ ഓഫ് ദ പിയോണേഴ്സ് ഓഫ് ദ ഓപ്പറേറ്റിംഗ് ലീസ് കോൺട്രാക്ട്. ദിസ് ടൈപ്പ് ഓഫ് ലീസിംഗ് ഈസ് നോട്ട് പോപ്പുലർ ഇൻ ഇന്ത്യ. ഓപ്പറേറ്റിംഗ് ലീസ് കോൺട്രാക്റ്റിൻ്റെ ഒരു പിയോണറാണ് IBM. മാത്രമല്ല ഇന്ത്യയിൽ
പോപ്പുലർ അല്ലാത്ത ഒരു ലീസിംഗ് ആണ് ഓപ്പറേറ്റിംഗ് ലീസ്. ഓപ്പറേറ്റിംഗ് ലീസ് ക്യാൻ ബി സബ് ഡിവൈഡഡ് ഇൻറ്റു ടു, വെറ്റ് ലീസ് ആൻഡ് ഡ്രൈ ലീസ്. ഓപ്പറേറ്റിംഗ് ലീസിന് രണ്ട് തരത്തിലാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഒന്ന് വെറ്റ് ലീസും സെക്കൻഡ് വൺ ഡ്രൈ ലീസും. നെക്സ്റ്റ് ടോപ്പിക്കാണ് ബാങ്ക് ഫിനാൻസിംഗ്. Bank financing is the most traditional financing method and is usually the first thought people have when they consider funding their business. Bank can finance business operations in a number of ways. ബാങ്ക് ഫിനാൻസ് എല്ലാവർക്കും കോമൺ ആയിട്ട് അറിയാവുന്ന ഒന്നായിരിക്കും. ബാങ്ക് ഫിനാൻസ് ട്രഡീഷണൽ ഫിനാൻസിങ് മെത്തേഡാണ്. മാത്രമല്ല ഏതൊരു ബിസിനസ്സും സ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് ഫണ്ട്സ് ആവശ്യമാണ്. അത്തരത്തിൽ ആവശ്യമുള്ള ഫണ്ടിനെ റേസ് ചെയ്യുന്നതിന് വേണ്ടി ആദ്യം നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഫിനാൻസിങ് സോഴ്സാണ് ബാങ്ക് ഫിനാൻസിങ്. ബാങ്ക് ഫിനാൻസിങ് ഈസ് ദ പ്രോസസ് ഓഫ് പ്രൊവൈഡിംഗ് ഫണ്ട്സ് ഫോർ ബിസിനസ് ആക്ടിവിറ്റീസ്, making purchase or investing. Financial institutions such as bank are in the business of providing capital to business, consumers and investors to help them achieve their goals. ബിസിനസ് ആക്ടിവിറ്റീസിനും പർച്ചേസിനും കൂടാതെ ഇൻവെസ്റ്റ്മെൻറ്റിനും ആവശ്യമായിട്ടുള്ള ഫണ്ട് ബാങ്ക് പ്രൊവൈഡ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ബാങ്ക് ഫിനാൻസിംഗ് എന്ന് പറയുന്നത്. ഏതൊരു ബിസിനസ്സിലേക്കും കൂടുതലായിട്ടും ക്യാപിറ്റൽ പ്രൊവൈഡ് ചെയ്യുന്നത് ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിരിക്കും. അടുത്തതാണ് ഹയർ പർച്ചേസ് ഫിനാൻസിങ്. എന്താണ് ഹയർ പർച്ചേസ് ഫിനാൻസിങ് എന്ന് നോക്കാം. ഹയർ പർച്ചേസ് ഫിനാൻസിങ് സൊല്യൂഷൻ സ്യൂട്ടബിൾ ഫോർ എ ബിസിനസ് വിഷിംഗ് ടു പർച്ചേസ് അസെറ്റ് വിത്തൗട്ട് പേയിങ് ദ ഫുൾ വാല്യൂ ഇമീഡിയറ്റ്ലി. ഒരു അസെറ്റ് പർച്ചേസ് ചെയ്യുന്നതിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു കൈൻഡ് ഓഫ് ഫിനാൻസിങ്ങിനെയാണ് ഹയർ പർച്ചേസ് ഫിനാൻസിങ് എന്ന് പറയുന്നത്. നമ്മൾ ഒരു അസറ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ മൊത്തമായിട്ടുള്ള ആ ഒരു അസറ്റിൻ്റെ വാല്യൂ അവിടെ പെയ്ഡ് ചെയ്യുന്നില്ല. പകരം ഒരു ഇനീഷ്യൽ പേയ്മെൻറ്റ് നടത്തിയിട്ട് അസറ്റ് പർച്ചേസ് ചെയ്യുന്നു. അതിനെയാണ് ഹയർ പർച്ചേസ് ഫിനാൻസിംഗ് എന്ന് പറയുന്നത്. ദ കസ്റ്റമർ പേയ്സ് ആൻ ഇനീഷ്യൽ ഡിപ്പോസിറ്റ് വിത്ത് ദ റിമൈൻഡർ ഓഫ് ദ ബാലൻസ് ആൻഡ് ഇൻട്രസ്റ്റ് പെയ്ഡ് ഓവർ എ പീരീഡ് ഓഫ് ടൈം. കസ്റ്റമർ ഒരു ഇനീഷ്യൽ പേയ്മെൻറ്റ് നടത്തിയിട്ട് അസറ്റ് പർച്ചേസ് ചെയ്യുന്നതാണ് ഹയർ പർച്ചേസ് ഫിനാൻസിംഗ്. മാത്രമല്ല റിമൈൻഡർ ആയിട്ടുള്ള ബാലൻസും കൂടാതെ ഇൻട്രസ്റ്റും പെയ്ഡ് ചെയ്യുന്നത് ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ടായിരിക്കും. ഓൺ കംപ്ലീഷൻ ഓണർഷിപ്പ് ഓഫ് ദ അസറ്റ് ട്രാൻസ്ഫേഴ്സ് ടു ദ കസ്റ്റമർ. അതിൻ്റെ കംപ്ലീഷൻ്റെ അവസാനമായിരിക്കും ആ അസറ്റിൻ്റെ ഓണർഷിപ്പ് അവിടെ കസ്റ്റമർക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്. എന്നാൽ ഹയർ പർച്ചേസ് ഫിനാൻസിങ്ങിൽ ആ ഒരു എഗ്രിമെൻറ്റിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ പൊസിഷൻ അവിടെ ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. എന്നാൽ ആ ഒരു എഗ്രിമെൻറ്റിൻ്റെ അവസാനത്തിലായിരിക്കും അല്ലെങ്കിൽ ആ ഒരു എഗ്രിമെൻറ്റിൻ്റെ കംപ്ലീഷൻ്റെ അവസാനമായിരിക്കും ആ അസറ്റിൻ്റെ ഓണർഷിപ്പ് കസ്റ്റമർക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഹയർ പർച്ചേസ് ഈസ് an arrangement for buying expensive goods where the buyer makes a down payment and pays the balance plus interest in installment. ഹയർ പർച്ചേസ് എന്ന് പറയുന്നത് കൂടുതലായിട്ടും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഗുഡ്സ് ബൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എൻ്റർ ചെയ്യുന്നതായിരിക്കും. അവിടെ കസ്റ്റമർ അല്ലെങ്കിൽ ബയ്യർ ഒരു ഡൗൺ പേയ്മെൻറ്റ് നടത്തിയിട്ടാണ് അസറ്റ് അവിടെ പർച്ചേസ് ചെയ്യുന്നത്. മാത്രമല്ല ബാലൻസ് ഉള്ള എമൗണ്ടും കൂടാതെ ഇൻട്രസ്റ്റും പെയ്ഡ് ചെയ്യുന്നത് ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ടായിരിക്കും. ഹയർ പർച്ചേസ് എഗ്രിമെൻറ്റ് ആർ നോട്ട് സീൻ ആസ് എൻ എക്സ്റ്റൻഷൻ ഓഫ് ക്രെഡിറ്റ്. In a hire purchase agreement, ownership is not transferred to the purchaser until all payments are made. എല്ലാ പേയ്മെൻറ്റ്സും നടത്തിയതിനു ശേഷമായിരിക്കും കസ്റ്റമർക്ക് അസറ്റിൻ്റെ മുകളിലുള്ള ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. എന്നാൽ ഹയർ പർച്ചേസ് ഫിനാൻസിങ്ങിൽ പൊസഷൻ അവിടെ ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യുന്നത് എല്ലാ പേയ്മെൻറ്റ്സും നടത്തിയതിനു ശേഷമായിരിക്കും. Hire purchase agreements usually prove to be more expensive in the long run than purchasing an item outright. Next topic ആണ് merchant banking. Merchant banking is a professional service provided by the merchant banks to their customers considering their financial needs for adequate consideration in the form of fee. Merchant bank അവരുടെ കസ്റ്റമേഴ്സിന് ഫിനാൻഷ്യൽ ആയിട്ടുള്ള നീഡ് പ്രൊവൈഡ് ചെയ്യുന്നതിനെയാണ് മെർച്ചൻ്റ് ബാങ്കിങ് എന്ന് പറയുന്നത്. ഒരു പ്രൊഫഷണൽ സർവീസാണ് മെർച്ചൻ്റ് ബാങ്കിങ്. കൂടാതെ മെർച്ചൻ്റ് ബാങ്കിന് ഒരു അഡീക്വേറ്റ് ആയിട്ടുള്ള കൺസിഡറേഷനും കിട്ടുന്നുണ്ട്.
Merchant banks are banks that conduct fundraising, financial advising and loan services to large corporations. മെർച്ചൻ്റ് ബാങ്ക് എന്ന് പറയുന്നത് ലാർജ് കോർപ്പറേഷൻസിന് ആവശ്യമായിട്ടുള്ള ഫണ്ട് പ്രൊവൈഡ് ചെയ്യുക, അവർക്ക് ഫിനാൻഷ്യൽ അഡ്വൈസിങ് പ്രൊവൈഡ് ചെയ്യുക, കൂടാതെ ലോൺ സർവീസസ് പ്രൊവൈഡ് ചെയ്യുക. അത്തരം ബാങ്കിനെയാണ് മെർച്ചൻ്റ് ബാങ്ക് എന്ന് പറയുന്നത്. Merchant bank typically work with large established companies that need help with mergers and acquisitions, IPOs and other complex financial transactions. Merchant bank typically വർക്ക് ചെയ്യുന്നത് ലാർജ് ആയിട്ടും കൂടാതെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള കമ്പനീസിലുമായിരിക്കും. അവർ കൂടുതലായിട്ടും ഫോക്കസ് ചെയ്യുന്നത് അല്ലെങ്കിൽ കൂടുതലായിട്ടും ലാർജ് കോർപ്പറേഷനെ ഹെൽപ്പ് ചെയ്യുന്നത് മെർജേഴ്സിലും അക്വിസിഷനിലുമായിരിക്കും. The services provided by merchant banks may include securities trading and advisory services. മെർച്ചൻ്റ് ബാങ്ക് പ്രൊവൈഡ് ചെയ്യുന്ന ചില സർവീസസ് ആണ് സെക്യൂരിറ്റീസ് ട്രേഡിങ്ങും അഡ്വൈസറി സർവീസസും. The merchant banking industry has evolved significantly over time, with new regulation and market dynamics shaping the way that merchant banks operate and provide services to their clients. നെക്സ്റ്റ് വൺ ആണ് ഫങ്ഷൻസ് ഓഫ് മെർച്ചൻ്റ് ബാങ്കിങ്. ഇതിൽ വരുന്ന ഒന്നാമത്തെ ഫങ്ഷൻ പ്രൊവൈഡ് ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസ് ടു ഇൻവെസ്റ്റേഴ്സ്. സെക്കൻഡ് വൺ റേസിംഗ് ഫണ്ട്സ് ഫോർ ക്ലയൻറ്റ്സ് മെർച്ചൻ്റ് ബാങ്ക് ആൻഡ് അസിസ്റ്റ് ക്ലയൻറ്റ്സ് ഇൻ റേസിംഗ് ഫണ്ട്സ് ഫ്രം ദി ഡൊമസ്റ്റിക് ആൻഡ് ഇൻ്റർനാഷണൽ മാർക്കറ്റ്. തേർഡ് വൺ ഹെൽപ്സ് ഇൻ പ്രൊമോഷണൽ ആക്ടിവിറ്റീസ്. ഫോർത്ത് വൺ ലീസിംഗ് സർവീസസ്. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത് എന്താണ് ലീസ് ഫിനാൻസിങ്, ബാങ്ക് ഫിനാൻസിങ്, മെർച്ചൻ്റ് ബാങ്കിങ്, കൂടാതെ ഹയർ പർച്ചേസ് ഫിനാൻസിങ്. ഇതിൻ്റെ കംപ്ലീറ്റ് നോട്ട് നമ്മുടെ ടെലഗ്രാം ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എല്ലാവർക്കും ഞാൻ പറഞ്ഞത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. കൂടാതെ ഇതുമായി ബന്ധപ്പെട്ട മറ്റു ക്ലാസ്സുകളും നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർ തീർച്ചയായിട്ടും കണ്ടു നോക്കണം. കൂടാതെ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, യൂസ്ഫുൾ ആണ് തോന്നുകയാണെങ്കിൽ ഷെയർ ചെയ്യുക. താങ്ക്